സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ ഒരു സന്തോഷകരമായ വാർത്ത അറിയിക്കാനാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്ക വീണ്ടും തമിഴ് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് അല്ലെങ്കിൽ തമിഴ് മേഖലയിലേക്ക് വീണ്ടും ഒരു കൈവെക്കാൻ പോകുന്നു അല്ലെങ്കിൽ കാല് വെക്കാൻ പോകുന്നു. ആരുടെ കൂടെയാണ്? ധനുഷ് എന്ന് പറയുന്ന ആ ഒരു അതുല്യ കലാകാരൻ്റെ കൂടെയാണ്. നമ്മുടെ എല്ലാവരുടെയും സ്വന്തമായിട്ടുള്ള മമ്മൂക്ക, കേരളത്തിൻ്റെയും കേരള സംസ്കാരത്തിൻ്റെയും എല്ലാം കാതലായിട്ടുള്ള മമ്മൂക്ക കമ്മത്താൻ കമ്മത്ത് എന്ന് പറയുന്ന സിനിമയിൽ ധനുഷിനൊപ്പം ഉണ്ടായിരുന്നു. പിന്നീട് അതിനുശേഷം 2019 ഇറങ്ങിയ പേരൻപ് എന്ന് പറയുന്ന സിനിമയിലും മമ്മൂക്ക ഒരു നല്ലൊരു അഭിനയം കാഴ്ചവെച്ചൊരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സിനിമയും കണ്ടിരുന്നതാണ്. പിന്നീട് അതിനുശേഷവും മമ്മൂക്കയുടെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ആ സിനിമയിലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ മമ്മൂക്ക ഇന്നിതാ ഇപ്പോൾ പുതിയൊരു അനൗൺസ് വന്നിരിക്കുകയാണ്. മമ്മൂക്ക ധനുഷിനൊപ്പം വീണ്ടും മമ്മൂട്ടി. രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്യുന്ന തമിഴ് ചിത്രത്തിൽ ധനുഷിനൊപ്പം മമ്മൂട്ടിയും പ്രധാന വേഷത്തിലെത്തും. ധനുഷിൻ്റെ വരാനിരിക്കുന്ന ചിത്രമായിട്ടുള്ള D55 മമ്മൂട്ടിയും രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിലായിരിക്കും ധനുഷിനൊപ്പം മമ്മൂട്ടി എത്തുക. നേരത്തെ കമ്മത്താൻ കമ്മത്ത് എന്ന ചിത്രത്തിൽ ധനുഷും മമ്മൂട്ടിയും ഒന്നിച്ചിരുന്നു. സംവിധായകൻ റാമിൻ്റെ വിമർശക പ്രശംസ നേടിയ പേരൻപ് എന്ന ചിത്രത്തിന് ശേഷം 7 വർഷങ്ങൾക്ക് ശേഷമാണ് മമ്മൂട്ടി തമിഴ് സിനിമയിലേക്ക് എത്തുന്നത് എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൽ മമ്മൂക്കയെ കാണാനായിട്ട് പോകുന്നതിൻ്റെയും മമ്മൂക്കയുടെ അടുത്ത് നിന്നുകൊണ്ട് ആ സിനിമയുടെ തുടക്കം തുടങ്ങാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോസ്റ്റുകളൊക്കെ അവർ പങ്കുവെച്ചത് കണ്ടാണ്. നിങ്ങൾ ആ പോസ്റ്റ് സൈഡ് നോക്കി അറിയാൻ പറ്റും. ആ ഒരു പോസ്റ്റിൽ നിങ്ങൾ മമ്മൂക്കയുടെ ഒരു സ്റ്റില്ല് കണ്ടില്ലേ? വീണ്ടും എല്ലാ അസുഖങ്ങളും ബാധിച്ചിട്ട് അദ്ദേഹം എല്ലാ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം ഒന്നേന്ന് അദ്ദേഹത്തിൻ്റെ കരിയർ ബിൽഡ് ചെയ്തെടുക്കാൻ പോവുകയാണ്. മമ്മൂക്ക പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, എപ്പോഴും ഞാൻ പറയാറുണ്ട്, വീണ്ടും ഞാൻ പറയുകയാണ്, അറിയാമല്ലോ തേച്ചാൽ ഇനിയും മിനുങ്ങും എന്നുള്ളത്. അങ്ങനെ തേച്ച് മിനുക്കി ഇപ്പോഴും പൂർണ്ണതയിലെത്തിയിട്ടില്ല, വീണ്ടും തേച്ച് മിനുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കഥാപാത്രങ്ങൾക്ക് വേണ്ടിയിട്ടും ഓരോ സിനിമകൾക്ക് വേണ്ടിയിട്ടും തൻ്റെ ഉള്ളിലുള്ള സിനിമയോടുള്ള അഭിനിവേശത്തിനെ വീണ്ടും വീണ്ടും തേച്ച് മിനുക്കി നമ്മുടെ ഉള്ളിലേക്ക്, അല്ല നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് മമ്മൂക്ക. അങ്ങനെ D55 മമ്മൂക്ക എത്താൻ പോകുന്നത് ഏത് റോളിലായിരിക്കും എന്നുള്ളൊരു ചിന്ത മാത്രമേ, അല്ലെ അങ്ങനെ ഒരു സംശയം മാത്രമേ നമുക്ക് എല്ലാവർക്കും ഉള്ളൂ. 24 ന്യൂസ് ഇട്ടിരിക്കുന്നൊരു പോസ്റ്റിൽ ഗോഡ് ഫാദർ താണ്ട, അമരന് ശേഷം രാജ്കുമാർ പെരിയസ്വാമി, ധനുഷിൻ്റെ 55ാം ചിത്രത്തിൽ മമ്മൂട്ടിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു പോസ്റ്റ് അവർ പങ്കുവച്ചിരിക്കുന്നത്. ഈ എല്ലാ പോസ്റ്റിലും അവർ ചോദിക്കുന്ന, റിപ്പോർട്ടർ ചാനൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, സായ് അഭ്യങ്കറിൻ്റെ BGMൽ മമ്മൂക്കയുടെ ഫൈറ്റ് ഉണ്ടാകുമോ? ധനുഷ് ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ മമ്മൂക്കയും. പേരൻപ് എന്ന ചിത്രത്തിന് ശേഷം മമ്മൂട്ടി അഭിനയിക്കുന്ന തമിഴ് ചിത്രമാണിത്. നേരത്തെ മമ്മൂട്ടി ചിത്രമായ കമ്മത്താൻ കമ്മത്തിൽ ധനുഷ് അതിഥി വേഷത്തിൽ എത്തിയിരുന്നു. ഇപ്പോൾ ഇതാ ധനുഷിനൊപ്പം തന്നെ മമ്മൂക്കയും അതിഥി വേഷത്തിൽ എത്താൻ പോകുന്നു. ഇതിൽ മമ്മൂട്ടി കമ്പനി പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. ഇത് ക്ലിയർ അല്ല, ഞാൻ ഈ സൈഡിൽ അത് ആഡ് ചെയ്യാം. അതിൽ പറഞ്ഞിരിക്കുന്നത് എ ന്യൂ ചാപ്റ്റർ, എ പവർഫുൾ ജേർണി അഹെഡ്, ഇറ്റ്സ് ഒഫീഷ്യൽ മമ്മൂട്ടി ഓൺ ബോർഡ് D55. എൻ്റെ മോനെ തീ കത്തിക്കാൻ പോവുകയാണ്. കേരളക്കാരെ മുഴുവനും തീ കത്തിച്ചുകൊണ്ട് ഇതാ തമിഴ് ഇൻഡസ്ട്രിയിലേക്കും മമ്മൂക്ക ഒരു കാല് വയ്ക്കുന്നു. അങ്ങനെ അതിൽ കമൻറ്റുകളിലൊക്കെ കുറേ പേരിട്ടു. അതിലൊരു ശ്രദ്ധേയമായൊരു കമൻറ്റ് ഇങ്ങനെയാണ്, ഹൈപ്പ് വരാണ്ടിരിക്കുമോ, ഇത് മുതൽ വേറെയാ, ഹൈപ്പ് കയറി ഇത് എങ്ങോട്ട് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. നമുക്കറിയാം ഈ ഒരു സമയങ്ങളിൽ അല്ലെങ്കിൽ ഈ ഒരു സമീപ കാലയളവിൽ മമ്മൂക്കയുടെ ഹൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം സിനിമ ചെയ്താലും ചെയ്തില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ നല്ല പ്രവർത്തികൾ കൊണ്ട് തന്നെയും അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരുപാട് നല്ല പ്രവർത്തികൾ കൊണ്ട് നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരുപാട് ആളുകൾ രംഗത്തേക്ക് വന്നിട്ട് മമ്മൂക്ക ഇല്ലെങ്കിൽ ഞങ്ങളില്ലായിരുന്നു, മമ്മൂക്ക രാജഗിരി ഹോസ്പിറ്റലും ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ ജീവിതം ഇവിടെ അവസാനിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടതായിരിക്കും. അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും സിനിമാ നടനാണെന്ന് ചോദിച്ചാൽ അങ്ങനെയാണ്, നല്ലൊരു വ്യക്തിയാണെന്ന് ചോദിച്ചാൽ അങ്ങനെയാണ്, നല്ലൊരു അച്ഛനാണെന്ന് ചോദിച്ചാൽ അതുമാണ്, നല്ലൊരു മനുഷ്യ സ്നേഹിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ്, മതത്തിൻ്റെയും അത് ജാതിയുടെയും പേരിലുള്ള അതിർവരമ്പുകളും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. മമ്മൂക്ക ഒരു മതേതരനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ജാതി മതം എന്ന് പറയുന്നൊരു സാധനത്തിനെ എന്തിനാണ് നിങ്ങളിങ്ങനെ കൊണ്ടു നടക്കുന്നത്? ജാതിയും മതവും മഴയ്ക്കും അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിനും അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾക്കും ഒന്നും ജാതിയില്ല മതമില്ല എന്ന് മമ്മൂക്ക എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. ആ പറയുന്ന വാക്കുകൾ വെറുതെ പറഞ്ഞു പോകുന്നൊരു വ്യക്തിയല്ല മമ്മൂക്ക, പറയുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് മമ്മൂക്ക. അതുകൊണ്ട് തന്നെയാണ് മമ്മൂക്ക എല്ലാവരും സ്നേഹിക്കുന്നത്. മമ്മൂക്ക എന്ന് പറയുന്ന ഒരു വ്യക്തിയെ റോൾ മോഡൽ ആക്കാനായിട്ട് ഞാനടക്കമുള്ള എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതലും ഇന്നത്തെ ഈ ഒരു ആധുനിക തലമുറയിൽപ്പെട്ട പിള്ളേരെ കൺവിൻസ് ചെയ്യാനും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനും ഒക്കെ കഴിവുള്ളൊരു വ്യക്തിയാണ് മമ്മൂക്ക. 90s കിഡ്സിനും 80യിലുള്ള കിഡ്സിനും അതേപോലെ ഇനി വരാൻ പോകുന്ന 2K കിഡ്സിനും എല്ലാ ആളുകൾക്കും ഇടയിൽ മമ്മൂക്ക തിളങ്ങി നിൽക്കുകയാണ്. മമ്മൂക്കയുടെ തിളക്കം ഒരിക്കലും മങ്ങുന്ന ഒരു സാധനമല്ല. അതായത് എത്രയൊക്കെ നിങ്ങളിട്ട് വെള്ള പൂശാൻ ശ്രമിച്ച് മമ്മൂക്ക ഇല്ലായ്മ ചെയ്യാനും ക്ലാവ് വരുമെന്ന് നിങ്ങളൊക്കെ വിചാരിച്ചാലും മമ്മൂക്ക എന്ന് പറയുന്നൊരു മനുഷ്യനോ ആ മനുഷ്യൻ്റെ അഭിനയ വൈഭവത്തിനോ അല്ലെ അഭിനയ ശൈലിക്കോ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള കലാകാരനോ ഒന്നും ഒരു മങ്ങലും ഒരിക്കലും വരാൻ പോകുന്നില്ല. അദ്ദേഹം എന്നും അതിന് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ തേച്ച് മിനുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ
ചെയ്യുന്ന ഓരോ കഥാപാത്രങ്ങളും ആ കഥാപാത്രങ്ങൾ കാഴ്ചക്കാരിൽ എന്ത് രീതിയിൽ ഇമ്പമുണ്ടാക്കുന്നതാവണം, അവരെ വിഷമിപ്പിക്കുന്നതാവണം, അവരെ കൂടുതൽ അവരെ സാറ്റിസ്ഫൈഡ് ആക്കുന്നതാവണം, അവരെ ഏതൊക്കെ രീതിയിൽ ത്രസിപ്പിക്കുന്നതാവണം എന്നെല്ലാം അറിയാവുന്ന, എന്നെല്ലാം കാണാപ്പാഠം പഠിച്ചിട്ട് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ് മമ്മൂക്ക. അപ്പോൾ അങ്ങനെയുള്ളൊരു മമ്മൂക്ക ചെയ്തു വെക്കുന്ന കഥാപാത്രങ്ങളും സിനിമകളും ഒക്കെ ഏത് രീതിയിൽ പോകുമെന്ന് നമുക്കറിയാം. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഈ കേരളക്കരയിലുള്ള എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതും ഇനി തമിഴ് മേഖലയും തമിഴ് സിനിമാ ലോകവും കാണാൻ പോകുന്നതും അത് തന്നെയാണ്. മമ്മൂക്കയ്ക്കൊന്ന് വയ്യാതായി എന്നറിഞ്ഞപ്പോൾ തന്നെ കുരു പൊട്ടിക്കൊണ്ട് മമ്മൂക്കയെ മോശമാക്കി ചിത്രീകരിക്കാനും, മമ്മൂക്ക എന്ന് പറയുന്നൊരു മനുഷ്യൻ ചത്തു, ഇനി ജീവനോട് ഉണ്ടാവില്ല എന്ന് പറയാനൊക്കെ വന്നിട്ടുള്ള ആളുകളുടെ ചെയ്ത വികാരവും അവരുടെയൊക്കെ ചിന്താഗതിയൊക്കെ നമുക്കറിയാം. അപ്പം അങ്ങനെ എല്ലാ രീതിയിലും മമ്മൂക്ക അങ്ങ് തീരുകയാണ്, മമ്മൂട്ടി യുഗം അങ്ങ് അവസാനിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കൂട്ടം ആളുകൾക്കിടയിലേക്കാണ് ഈ ഒരു വാർത്തയും പോകുന്നത്. മമ്മൂക്കയുടെ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ഒരു പോസ്റ്റും, അല്ലെ മമ്മൂക്കയുടെ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ആശാൻ എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിലേക്ക് മമ്മൂക്ക വരുന്ന കാഴ്ചകളുമെല്ലാം എല്ലാവരെയും ത്രസിപ്പിച്ചതാണ്. അപ്പോൾ അതിൽ മമ്മൂക്ക ഇട്ടിരുന്നൊരു വസ്ത്രമുണ്ടായിരുന്നു, നമ്മളെല്ലാവരും ശ്രദ്ധിച്ചായിരിക്കും. ആ വസ്ത്രത്തിനെ പറ്റി ഒരു എല്ലാ വസ്ത്രങ്ങളുടെയും ഡീറ്റെയിലിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്, ക്രോണോഗ്രാഫി അങ്ങനെ എന്താ പറയുന്ന ഒരു ചാനലുണ്ട്, ഒരു പേജുണ്ട്. ആ പേജിലെ വ്യക്തി പറഞ്ഞത് നിങ്ങൾ കണ്ടതായിരിക്കും. അതായത് മമ്മൂക്ക ഇട്ടിരിക്കുന്ന ഷർട്ട് 3999 അത്രയാണെന്ന് തോന്നുന്നു. ആ ഒരു ഷർട്ടാണ്, അത്രയും വില വരുന്നൊരു ഷർട്ടാണ്. ആ ഷർട്ടിൻ്റെ ബട്ടൺസ് വരുന്നത് ചിരട്ട കൊണ്ടുണ്ടാക്കിയതാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഞാൻ എന്തായാലും നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഈ ഒരു സമയത്ത് ആ വീഡിയോ നിങ്ങളെ കാണിക്കണം. ഞാൻ വേറെ രണ്ടെണ്ണം കൂടെ ചോദിച്ചിട്ടുണ്ട്, അവർ കുറച്ചുകൂടെ കൊണ്ടുതരും. പോരട്ടെ. എൻ്റെ ഈ ഷാനി പോയോ? ഷാനി എന്ന് പറഞ്ഞൊരു ഫോട്ടോഗ്രാഫറുണ്ട്, എൻ്റെ ഫോട്ടോഗ്രാഫിൽ എൻ്റെ ഒരു ശിഷ്യനാണ്. അവൻ പറയുന്ന ഗുരുവാണെന്നാണ്. അവൻ എഴുത്തൊരുക്കി ഷർട്ട് കൊണ്ടുവന്ന് 2 പെൺകുട്ടികൾ ഉണ്ടാക്കുന്ന ഷർട്ടാണ്. ആ ഷർട്ടൊന്ന് ഇട്ട് നോക്കുന്നു. സാധാരണ നമ്മള് വീട്ടില് ആര് പറഞ്ഞ രസമല്ലേ കേട്ടിട്ട്. മക്കള് രണ്ടാളും ജോലിയെല്ലാം കിട്ടി തിരിച്ചു വരുന്ന പ്രതീക്ഷിക്കുന്ന വീട്ടിലേക്ക് നമ്മൾ പോകുന്നതാണ്. നമ്മള് ജോലിക്ക് പോകുന്നില്ല, ബിസിനസ് തുടങ്ങുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാടിന്റെ ഒരു ബ്രാൻഡ് ലോകത്ത് മുഴുവൻ അറിയിക്കുക, ലോകം മുഴുവൻ എത്തിക്കുക. ഇവർ ഓണ്ടർപ്രണേഴ്സ് മാത്രമല്ല, എംപ്ലോയേഴ്സ് കൂടെയാണ്. ഷർട്ട് എനിക്ക് വേറെ തരണേ. ഇല്ലേ, ഷർട്ട് എനിക്ക് വേറെ തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ മമ്മൂക്ക പറയുന്നുണ്ട്. ആ ഒരു ഷർട്ട് അത് മമ്മൂക്കയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തെങ്കിലും മമ്മൂക്ക അത് ഇട്ടുകൊണ്ട് തന്നെയാണ് ആശാൻ എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷൻ എത്തിയതും. ആ സിനിമയുടെ പ്രൊമോഷൻ വന്നതോടുകൂടി ആ ഒരു ബ്രാൻഡും പ്രൊമോട്ട് ആയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആ ബ്രാൻഡ് ഇറക്കിയിട്ടുള്ള, അല്ല ബ്രാൻഡുമായിട്ട് മുന്നിലേക്ക് വന്നിട്ടുള്ള കുട്ടികൾക്ക് ധൈര്യപൂർവ്വം നടക്കാം, അല്ലെ നെഞ്ചും പിരിച്ച് നടക്കാം. ആ ബ്രാൻഡ് ഇനി അത് ലോകോത്തര ലെവലിലേക്ക് എത്തും. അത് ഇട്ടിരിക്കുന്നത് വെറും ഒരു വ്യക്തിയല്ല, ഒരു ഇതിഹാസമാണ്. മലയാളത്തിൻ്റെ മാത്രമല്ല കേരളക്കരയുടെ സംസ്കാരത്തിൻ്റെയും ഒരു ഇതിഹാസം തന്നെയാണ് മമ്മൂക്ക. അങ്ങനെയുള്ളത് കൊണ്ട് തന്നെയും ആ ഷർട്ട് വാങ്ങാനായിട്ട് ഒരുപാട് ആളുകൾ കാണും. എനിക്കത് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മമ്മൂക്ക ഇടുന്ന ലുക്കൊന്നും വരില്ല. മമ്മൂക്കയൊക്കെ എന്ന് പറഞ്ഞാൽ വിഷയ ലുക്കാണ്. മമ്മൂക്കയുടെ ആ ഒരു ഷർട്ടിൽ വന്നിരിക്കുമ്പോൾ ഉള്ള ലുക്ക് നിങ്ങൾ കണ്ടില്ലേ? എന്തൊരു ഇജാതി ലുക്കാണല്ലേ മനുഷ്യൻ. എന്ത് ചെയ്താലും അതിനെല്ലാം ഒരു അടിപൊളി, ഒരു പ്രത്യേക ഭംഗിയാണ്. ആ ഒരു ഡയലോഗ് കറക്റ്റാണ് കേട്ടോ. കടലും മമ്മൂക്കയും ഒരിക്കലും എത്ര കണ്ടാലും മതി വരാത്ത 2 സാധനങ്ങളാണ്. അങ്ങനെയാണ് ആ ഒരു മമ്മൂക്കയുടെ ലുക്ക്. ഈ ഒരു പ്രായത്തിലും മമ്മൂക്കയുടെ ലുക്ക് ഈ ലെവലിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അയാളുടെ ഡെഡിക്കേഷൻ ലെവലും ആ സിനിമയോടുള്ള അഭിനിവേശവും എല്ലാം അതിൽ നമുക്ക് എടുത്തു കാണാൻ സാധിക്കും. ഇന്നും ചെറുപ്പക്കാർക്കിടയിൽ 2K കിഡ്സിനും ഒരു വെല്ലുവിളിയായി. പണ്ട് 80സിനാണെങ്കിൽ, പിന്നീട് അതിനുശേഷം 90സിനാണെങ്കിൽ, ഇന്നിപ്പോൾ 2K കിഡ്സിനും ഒരു വെല്ലുവിളിയായിട്ട് തന്നെയാണ് മമ്മൂക്ക എത്തി നിൽക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് വെക്കാൻ ഒരാളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ പോലും ഇല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല വെക്കട ഇതിനപ്പുറത്തേക്ക് ഒരെണ്ണത്തിനെയെന്ന്. കാരണം ഇതിനപ്പുറത്തേക്ക് ഒരാളും വരാൻ പോകുന്നില്ല. ഇനി ഈ തലമുറയിലാണെങ്കിലോ അടുത്ത തലമുറയിലാണെങ്കിലോ ഇനി അത് കഴിഞ്ഞിട്ടുള്ള തലമുറയിലാണെങ്കിലോ ഏത് സിനിമാ മേഖല നോക്കിയാലും മമ്മൂട്ടിക്ക് പകരം വെക്കാനായിട്ട് ഒരാളും ഉണ്ടാവില്ല. ഈ നന്ദഗോപാൽ മാരാർക്ക് വിലയിടാനായിട്ടില്ല എന്ന് പലരും പറയുന്നു. മമ്മൂക്ക പറയുന്നത് പോലെ ഈ മമ്മൂക്കയ്ക്ക് വിലയിടാനും ഇതുവരെ മലയാള സിനിമ ഇൻഡസ്ട്രി എന്നല്ല, ഒരു ഫിലിം ഇൻഡസ്ട്രിയിലും ഇന്ത്യയിൽ പോലും ഒരാളും വളർന്നിട്ടില്ല. മമ്മൂക്കയുടെ ലെവൽ ഏതവൻ വന്നാലും എന്തൊക്കെ ചെയ്ത് കാണിച്ചാലും അതെപ്പോഴും താണ് തന്നെയായിരിക്കും. ഇനിയും ഒരുപാട് കാലം മമ്മൂട്ടി യുഗവും ഉണ്ടാകും. ഓക്കെ, ബൈ.